ഞാൻ കണ്ണൂർ, പയ്യന്നൂർ, കരുവള്ളൂരാണ് എൻ്റെ നാട്. ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, ആന്തൂർ മുനിസിപ്പാലിറ്റിയിലുള്ള സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ നടന്നൊരു സംഭവമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. എൻ്റെ കൂടെ എൻ്റെ അതേ തസ്തികയിലുള്ള ഒരാൾ സ്ഥിരമായിട്ട് മദ്യപിച്ച് ലാബിൽ വരുമായിരുന്നു. അപ്പം ഞാനത് ഫ്രണ്ട്ലി ടോക്കിലൂടെ ഇയാളോട് പല പ്രാവശ്യം വാണിംഗ് കൊടുത്തു. കാരണം എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലുള്ള ലാബാണ്, പ്രായമായ പെൺകുട്ടികൾ വരുന്ന ലാബാണ്, ഇത് പറ്റൂല എന്ന് ഞാൻ സൗഹാർദ്ദത്തെ പറഞ്ഞിട്ട് ഇയാൾ കേട്ടില്ല. അപ്പം ഞാൻ ഒരു ദിവസം ഇയാളോട് കുറച്ച് ഷൗട്ട് ചെയ്ത് പറയേണ്ടി വന്നു. അതിൻ്റെ വീഡിയോ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. അപ്പം അയാൾ നിൻ്റെ അച്ഛൻ്റെ വകയല്ല കോളേജ്, നീ പുറത്ത് പോയിക്കോന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത വീഡിയോ എൻ്റെ അടുത്തുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിച്ച വാക്ക് ഒരു 10 പ്രാവശ്യം അയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ അയാൾ ലാബിൽ നിന്ന് സർവേ ലാബാണ്, ഇൻസ്ട്രുമെൻറ്റ്സ് കുറേ എടുത്ത് എൻ്റെ നേരെ എറിഞ്ഞു. അയാളുടെ പേര് അജിത്തേക്കെ എന്നാണ്. പിന്നെ 2 അഡ്ഹോക്ക് സ്റ്റാഫും കംപ്ലൈൻറ്റ് പറഞ്ഞു. അത് കോളേജ് ഭംഗിയായിട്ട് മുക്കി. അപ്പോൾ ഇയാൾ NGO യൂണിയൻ്റെ മെമ്പർഷിപ്പും കൂടി ഉള്ള ആളാണ് പ്രതി, ഞാനും അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ശരീരത്തിലേക്ക് ഉപദ്രവം വന്ന സമയത്ത് ഡിസംബർ 12-ന് ഞാൻ ശക്തമായിട്ട് എഴുതി കൊടുത്തു. അതിനെതിരെ ഒരു നടപടിയും കോളേജ് അധികാരികൾ എടുത്തില്ല. പിന്നെ ഡിസംബർ 30-ാം തീയതി ഞാൻ എൻ്റെ ലാബിലിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ കുറേ ആൾ ചുമരിനെ നോക്കിയിട്ട് ചിരിക്കുന്ന വീഡിയോ എടുക്കുന്ന, എന്താ ഇത് സംഭവം എന്നറിയാതെ ഞാൻ പോയി നോക്കിയപ്പോൾ ശ്രീലതയുടെ നഗ്ന വീഡിയോ രാത്രി 8 PM യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ രേഖാമൂലം പരാതി കൊടുത്തു. എന്നിട്ടും എടുക്കുന്നില്ല. അപ്പം ഞാൻ കോളേജ് ഗേറ്റിന് മുന്നിൽ 1.5 ദിവസം നിരാഹാരമായിരുന്നു. അങ്ങനെ ഇവർ സ്റ്റേഷനിലേക്കും DTയിലേക്കും ഫോർവേഡ് ചെയ്തു. സ്റ്റേഷനിൽ ഞാൻ ഇരുന്ന ഇതിൽ അവർ വന്നു, മൊഴി എടുത്തതല്ലാതെ അവർ FIR ഇടുന്നില്ല. വീണ്ടും ഇരുന്നപ്പോൾ അവർ വന്ന് FIR ഇട്ടു. ഈ സംഭവത്തിനെല്ലാം CCTV സ്ഥാപന മേധാവിൻ്റെ കയ്യിലുണ്ട്, തളിപ്പറമ്പ് പോലീസിലുണ്ട്. ഞാൻ എല്ലാ കാര്യത്തിനും 164 കൊടുത്തിട്ടുമുണ്ട്. ഇത്രയും സംഭവം കഴിഞ്ഞിട്ടും എൻ്റെ തൊട്ടപ്പുറത്തെ ക്യാബിനിൽ പ്രതിയുണ്ട്. ഇയാൾ പിന്നെ ചെയ്യുന്നത് ഡെസ്കിൻ്റെ മേലെ കാലെടുത്ത് വെക്കുക, മൊബൈലിൽ പാട്ട് പാടുക. പിന്നെ ഇയാൾ വേറൊരു രോഗം എന്താന്ന് പറഞ്ഞാൽ സെക്സ് വീഡിയോസ് ലാബിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ കയറുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കൂട്ടും. അപ്പം ഇതൊക്കെയാണ് ഞാൻ രേഖാമൂലം എഴുതി കൊടുക്കുന്നത്. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിലെ അന്ധമായ പൊളിറ്റിക്സ്, ഗോവിന്ദ മാഷ നേതൃത്വത്തിലില്ല അന്ധമായ പൊളിറ്റിക്സ്, രാജേഷ് K എന്ന് പറഞ്ഞ് അനധികൃതമായിട്ട് കയറിയിരിക്കുന്ന പ്രിൻസിപ്പാള്, ഷീൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ വന്ദന ശ്രീധരൻ, അവർ ഈ സമയം വരെ ഷീയായ എന്നോട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്, എന്താണ് നിങ്ങളെ പ്രയാസം എന്ന് ചോദിക്കാതെ വർഷം ഫണ്ട് എഴുതിയെടുക്കുന്ന ഷീൻ്റെ സംസ്ഥാന കോർഡിനേറ്ററും കൂടി ഇതിലുണ്ട്. അവർ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല. അവരാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി. പിന്നെ ഇത്രയും സംഭവം എൻ്റെ ലാബ് മേധാവിയായ രാജേഷ് KK എന്ന് പറഞ്ഞാലടുത്തും പറയുന്നത്, ഇവരാരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ പിറകിൽ അന്ധമായ പൊളിറ്റിക്സാണ്. ADMൻ്റെയും സാജൻ്റെയും അതേ ഗതി എനിക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ ചെയ്യുന്ന നീക്കാന്ന് എനിക്കറിയാം. ഈ വ്യക്തിക്കെതിരെ 2 പെൺകുട്ടികൾ പരാതി പറഞ്ഞത് കോളേജിൽ നിന്ന് ഇവരൊതുക്കി. ഇയാൾ മുന്നേ വേറൊരു കോളേജിൽ നിന്ന് 2.5 ലക്ഷത്തിൻ്റെ മിഷൻ കട്ട് വിറ്റിട്ട് അവിടെ നിന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതും യൂണിയൻ ഇടപെട്ട് മുക്കി. ഇയാളൊരു സ്വത്തിൽ ഏട്ടന് വെട്ടിയ ഒരു പ്രതിയാണ്, അതും കോളേജുകാർ മുക്കി. ഇപ്പം പ്രതി ഞാനാണ്. ഇപ്പം ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു കാരണമില്ലാതെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് എന്നെ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റി. എരേന ഒരാഴ്ച മുന്നേ ശക്തമായി പ്രതിഷേധിച്ചു പ്രിൻസിപ്പാളെ ക്യാബിനിൽ. എന്നിട്ട് അയാൾക്കൊരു ചെറിയൊരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഉടനെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു. എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു എന്നുള്ളത് എനിക്കറിയുന്നില്ല. ഞാൻ എരയാണ്. ഈ പ്രിൻസിപ്പാൾ അനധികൃതമായിട്ട് കയറിയിരിക്കുന്നില്ല, എൻ്റെ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ 2 മാസമായിട്ട് മൂവ് ചെയ്ത് തളിപ്പറമ്പ് സ്റ്റേഷൻ 164 കോളേജിലെ ഇന്റേണൽ കമ്മിറ്റി, പ്രിൻസിപ്പാൾ, ഇവർക്ക് മൊത്തം കൊടുത്ത എല്ലാ എവിഡൻസും നമ്പർ ഇട്ടത് എൻ്റെ കയ്യിലുണ്ട്. പ്രശസ്തയായ ഒരു സെലിബ്രിറ്റീൻ്റെ നേരെ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും അവരെ ചുറ്റും കൂടി പ്രതി എന്ന് പറയപ്പെടുന്ന ആൾ ജയിലിൽ കിടന്നു. അന്ന് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. അയാൾക്കെതിരെ ചുമത്തിയത് തന്നെയാണ് ഈ പ്രതിക്കും ചുമത്തിയത്. എന്തുകൊണ്ട് ഇയാൾ കോളേജിൽ വിലസുന്നത്? ഞാൻ ഇത്രയും പ്രതിഷേധിക്കേണ്ടി വന്നു. 2 മാസം എടുത്തു ഒരു സസ്പെൻഷൻ കൊടുക്കാൻ. കൂടെ എനിക്ക് അതിലും വലിയ പണിഷ്മെന്റ്.
ഇതാണ് ഇവിടുത്തെ നീതി, ഇതാണോ മുഖ്യമന്ത്രി? ആരാണ് ഇരക്കൊപ്പം? ആരാണ് ഇരക്കൊപ്പം? പിന്നെ ഷീന്റെ സംസ്ഥാന കോർഡിനേറ്റർ ഈ പ്രതിക്കൊപ്പം നിൽക്കുന്നത്. അവര് ഫണ്ട് എഴുതി വാങ്ങുന്നുണ്ട് എല്ലാ വർഷവും. രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ ഇല്ലീഗൽ ഇതായിട്ട് സീനിയോറിറ്റി മറികടന്ന് അവിടെ ഇരുന്നിട്ട് ഗുണ്ടായിസം കളിക്കുമെന്ന്. ഇതെല്ലാം രാഷ്ട്രീയമാണ്. CPM-ന്റെ ഒത്താശയോടുകൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആരാണ് ലേഡീസിന്റെ കൂടെ? ആരാണ് ഇരക്കൊപ്പം? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് അതിന്റെ ഉത്തരം കിട്ടാതെ ഞാൻ തലസ്ഥാനത്ത് നിന്ന് പോവില്ല. എൻ്റെ കല്യാണം 15 വയസ്സിൽ കഴിഞ്ഞു, 19 ഡിവോഴ്സായി. ഞങ്ങളൊരു ബ്രാഹ്മിൺ ഫാമിലിയാണ്. അപ്പം ഞാൻ 30 വർഷമായിട്ട് ഒറ്റക്കാണ് താമസിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ 49 ആയി. അപ്പം എനിക്ക് തോന്നി ഈ സമൂഹത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ആളറിയാനുണ്ട് പെണ്ണുങ്ങളെ നേരെ. അതായത് കരുവള്ളൂരിലെ കുറേ സഖാക്കന്മാർ വാതിൽ മുട്ടിയിട്ടുണ്ട്, വരുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്, തരുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് CPM-ന്റെ നേതാക്കന്മാർ. അപ്പം ഇതൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 വർഷം മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്നെ ട്രാൻസ്ഫർ ആക്കേണ്ട കാരണം ഇവർ അതാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ന് എൻ്റെ ജോയിനിങ് ടൈം തീർന്നു. ഞാൻ ഇനി എയറിലാണ്, ഇനി എനിക്ക് സർവീസ് ബ്രേക്കാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സമ്മേളനം വിളിക്കുന്നുണ്ട് ആസ് എ ഗവൺമെൻറ് എംപ്ലോയി നിലയിൽ. ഞാൻ ഇന്ന് പോയപ്പോൾ എൻ്റെ ഒരു DT നിന്നെന്നറിയ പറഞ്ഞേ, നിങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുന്നു. DT-നെ കാണാൻ അനുവദിച്ചില്ല. ഞാൻ അവിടെ ടോക്കൺ എടുത്തു, അനുവദിച്ചില്ല. ക്ലർക്കുമാരെ ഗുണ്ടായിസാണ് നിന്റെ ബാക്കിൽ. നമ്മളെ മുഖ്യമന്ത്രിന്റെ നാട്ടിൽ നിന്ന് വന്നു എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ആർക്കൊപ്പാന്ന്? എന്തിനാണ് ഇങ്ങനെ ഈ ഇല്ലീഗൽ അലിഗേഷൻസ് ഉണ്ടാക്കിയിട്ട് ലേഡീസിനെ ദ്രോഹിക്കുന്നത്? ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യണ്ടേ? വരുമോ തരുമോ കാണുമോ എന്നൊക്കെ ചോദിക്കുന്നതാണോ സർക്കാർ സംവിധാനം? ഇതാണോ കേരളത്തിലെ സർക്കാർ സംവിധാനം?